നമുക്ക് സ്വന്തം ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കാരമുണ്ട്. എന്നാൽ സ്വന്തം അഹങ്കാരത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. സകല ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. അതോടൊപ്പം താൻ ജ്ഞാനിയാണെന്നുള്ള അഹങ്കാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു മഹാത്മാവിനെ കാണാനിടയായി. പണ്ഡിതൻ മഹാത്മാവിനോട് ചോദിച്ചു, "ഇനി എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടോ?" മഹാത്മാവ് പറഞ്ഞു, "താങ്കൾ വലിയ പണ്ഡിതനാണ്. എന്നാൽ ഒരു കാര്യം കൂടി അങ്ങേക്ക് പഠിക്കാനുണ്ട്. എനിക്കത് പഠിപ്പിക്കാൻ കഴിയില്ല. അടുത്ത ഗ്രാമത്തിൽ പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ആ കടക്കാരനെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പാഠം ലഭിക്കും." പണ്ഡിതൻ ആ കടയിലെത്തി. കടക്കാരൻ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ഒരു വൃദ്ധനായിരുന്നു. വൃദ്ധൻ പണ്ഡിതനോട് വന്ന കാര്യം തിരക്കി. തന്നെ മഹാത്മാവ് അയച്ചതാണെന്ന കാര്യം വൃദ്ധനെ ധരിപ്പിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അക്ഷരാഭ്യാസമില്ലാത്ത ഞാൻ എന്തു പഠിപ്പിക്കാനാണ്? എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ചുനേരം ഇവിടെ ഇരുന്നിട്ട് പോകാം." കടയിൽ പല നിറത്തിലുള്ള ഭരണികൾ കണ്ട് പണ്ഡിതൻ ചോദിച്ചു, "ഈ ഭരണികളിൽ എന്താണ് വെച്ചിരിക്കുന്നത്?" വൃദ്ധൻ പറഞ്ഞു, "ആദ്യത്തേതിൽ മഞ്ഞൾപ്പൊടി, രണ്ടാമത്തേതിൽ മല്ലിപ്പൊടി, മൂന്നാമത്തേതിൽ മുളകുപൊടി." അങ്ങനെ ആ പട്ടിക നീണ്ടു. അവസാനത്തെ ഭരണി എത്തിയപ്പോൾ "ഇതിൽ കൃഷ്ണനാണുള്ളത്" എന്ന് പറഞ്ഞു. പണ്ഡിതൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, "എന്താണ് ഇങ്ങനെ പറയുന്നത്?" വൃദ്ധൻ പുഞ്ചിരിയോടെ പറഞ്ഞു, "ഈ ഭരണി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഒരു പാത്രവും ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയാറില്ല. അതിൽ കണ്ണനുണ്ടെന്നേ പറയാറുള്ളൂ. കാരണം എവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെയല്ലേ ഭഗവാന് തങ്ങാൻ കഴിയൂ." വൃദ്ധൻ തുടർന്നു, "ഈ ഭരണികൾ മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സിൽ ഞാനെന്ന ഭാവം നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഈശ്വരന് സ്ഥാനമില്ലാതാകുന്നു. എന്നാൽ അത് നീങ്ങിയാൽ സ്വാഭാവികമായും ഈശ്വരൻ അവിടെ പ്രകാശിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പാണ്ഡിത്യഗർവ് നിറഞ്ഞിരിക്കുകയാണ്. അതുമാറാതെ നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ല." ഈ വാക്കുകൾ കേട്ടപ്പോൾ പണ്ഡിതന് അത്ഭുതം തോന്നി. അദ്ദേഹം വൃദ്ധൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നമുക്ക് സ്വന്തം ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കാരമുണ്ട്. എന്നാൽ നമ്മിലെ അഹങ്കാരത്തെക്കുറിച്ച് ജ്ഞാനമില്ല. ഈശ്വരനെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും നമുക്ക് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നത് നമ്മുടെ അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവം പൂർണ്ണമായും ഇല്ലാതായാലേ ഈശ്വരനെ അറിയാൻ കഴിയൂ.